ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്പാടി റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാം? തലശ്ശേരി ദം ബിരിയാണി. ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിലോ സൂപ്പറാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ആദ്യം ദം ബിരിയാണിക്ക് വേണ്ടിയിട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലും നെയ്യും കൂടി ചൂടായതിനു ശേഷം 4 ഇടത്തരം വലിയൊരു ഉള്ളി ഇതിലേക്ക് ചെറുതായി കനം കുറഞ്ഞ് മുറിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണ്. നല്ല ബ്രൗൺ കളറാകുന്നവരെ മൂപ്പിച്ചെടുക്കണം. ഓയിലും വറക്കുന്നവരുണ്ട്, ഞാനിവിടെ രണ്ടും കൂടി കലർത്തിയാണ് എടുത്തത്. ഇതാ നമ്മുടെ ഉള്ളി കുറച്ച് കളർ മാറി വരുന്നുണ്ട്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഉള്ളി നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ വറുത്തെടുക്കണം, കരിഞ്ഞു പോകാൻ പാടില്ല. നേരത്തെ ഉള്ളി വറുത്ത എണ്ണയിൽ തന്നെ അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം. ശേഷം നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി പെട്ടെന്ന് എടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവേ. ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ നോക്കാം. ദമ്മിടുന്ന പാത്രത്തിൽ തന്നെയാണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത്. പാത്രം ചൂടായി കഴിഞ്ഞാൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ 4 വലിയ ഉള്ളി നേരി അരിഞ്ഞത് ഇട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ബ്രൗൺ കളറൊന്നും ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇത് നന്നായി വാടി വന്നതിന് ശേഷം 3 വലിയ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 3 വലിയ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 4 വലിയ സ്പൂൺ പച്ചമുളക് പേസ്റ്റ്. പച്ചമുളക് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, എരിവുള്ളതാണെങ്കിൽ അതിൻ്റെ അളവ് നോക്കിയിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കണം. വാടി പച്ചമണം മാറുമ്പോൾ തക്കാളി ഇട്ട് വഴറ്റാം. ഞാനിവിടെ 3 വലിയ തക്കാളിയാണ് എടുത്തത്. തക്കാളി ഇട്ട് വാട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ ചിക്കനിലോട്ട് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇനി അതിലോട്ട് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി ഒരു 2 സ്പൂൺ മതിയാവും. 2 വലിയ സ്പൂൺ ഗരം മസാലപ്പൊടി, 3 വലിയ സ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മല്ലിയിലയും പുതിനയിലയും ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇറച്ചി വേവാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ മസാല തയ്യാറാവുമ്പോഴേക്കും നമുക്ക് ബിരിയാണി ചോറിൻ്റെ പണിയിലേക്ക് കടക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള 1 കിലോ ബിരിയാണി അരി അഷ്റഫാണ്. ഈ കാണുന്ന ഗ്ലാസ്സിന് 4 ഗ്ലാസ് ഉണ്ട്. അരി നല്ലവണ്ണം കഴുകി ഒരു അരിപ്പയിലിട്ട് വെള്ളം തോരാൻ വെക്കാം. അരിയുടെ വെള്ളം തോരുമ്പോഴേക്കും ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടായതിനു ശേഷം പട്ട, കറാമ്പ്, ഏലക്ക അങ്ങനെ അടങ്ങിയ ഗരം മസാലയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞത്, വലിയ ഉള്ളി കേട്ടോ, ഇതിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ച ഗ്ലാസ്സില്ലേ, അതിന് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തത്. അങ്ങനെ 8 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ എടുക്കുന്ന ഏത് പാത്രമാണോ അതിൻ്റെ അളവനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. പൊടിയുപ്പും ഉപയോഗിക്കാൻ ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിച്ചത്. മൂടി വെച്ചിട്ട് നമുക്ക് വെള്ളം തിളക്കാൻ വെക്കാം. വെള്ളം തിളച്ചതിന് ശേഷം നേരത്തെ കഴുകി എടുത്ത് വെച്ച ബിരിയാണി അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 3/4 വേവ് മതിയാവും കേട്ടോ. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ചോറ് റെഡിയാകുമ്പോഴേക്കും നമുക്ക് ചിക്കൻ മസാല എന്തായെന്ന് നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണവും ഉണ്ട് കേട്ടോ. പിന്നെ വേണമെങ്കിൽ ചിക്കൻ വറുത്തിട്ട് ഇതുപോലെ മസാല തയ്യാറാക്കാം. അതിനുശേഷം നമ്മുടെ തലശ്ശേരി ദം ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് തരുന്ന സീക്രട്ട് സാധനം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നതാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ല നേരത്തെ വലിയ ഉള്ളി, അതിൻ്റെ 3/4 ഭാഗത്തോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ്. ചോറും ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദം ഇടുന്നതിലേക്ക് കടക്കാം. ആദ്യം ചിക്കൻ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 ലെയർ ചോറ് നമുക്കിങ്ങനെ നിരത്തിയിട്ട് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ചോറിങ്ങനെ നിരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, കിസ്മിസ്, അണ്ടിപ്പരിപ്പ് അതിങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കാം. പുതിനയിലേൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് പിന്നെ നെയ്യും ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലെയർ ഇതുപോലെ തന്നെ ചെയ്യാം. ചിലർ പൈനാപ്പിളൊക്കെ ഇടും, ഞാനതിൻ്റെ പിന്നെ എസൻസ് ഒന്നും ഞാൻ ചേർക്കാറില്ല.
ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലെയറും സെറ്റ് ചെയ്തെടുക്കാം. ബിരിയാണിയിൽ നമുക്ക് കുറച്ച് കളർ കൊടുക്കാം കേട്ടോ. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പനിനീറാണ്. പനിനീറിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പനിനീർ ഇല്ലാത്തവർ പാൽ ഉപയോഗിച്ചാലും മതി. ഇതാ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജായേ. നമുക്കിനി ദമ്മിടുന്നതിലേക്ക് കിടക്കാം. ദമ്മിടുമ്പോൾ ഇല്ല, വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇല വെച്ച് മൂടി ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ മൈദമാവ് കുഴച്ച് ചുറ്റും ഒട്ടിച്ച് കാറ്റ് കടക്കാതെ നമുക്ക് മൂടി വെക്കാം. പക്ഷെ ഞാനിവിടെ അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ടാണ് മൂടി വെച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ഞാൻ ദമ്മിട്ടത്. നമ്മൾ അലൂമിനിയം ഫോയിൽ വെച്ച് നല്ല ചുറ്റും ഒട്ടിച്ച് ഒട്ടും കാറ്റ് പുറത്തേക്ക് കടക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ മൂടി വെച്ച് മൂടിയിട്ട് ഒരു 10-15 മിനിറ്റ് ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഇതാ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി ദമ്മ് പൊട്ടിക്കാം. ഇതാ ദമ്മ് പൊട്ടിച്ചപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ദമ്മ് ബിരിയാണീൻ്റെ ഒരു ലെയർ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തിട്ട് അടിയിൽ നിന്ന് മസാലയിൽ നിന്ന് 2 പീസ് കഷ്ണങ്ങൾ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ചോറ് മേലെ വെച്ചിട്ട് ബിരിയാണി സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ ഒരു ഗസ്റ്റിന് കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഗസ്റ്റ് കേട്ടോ. അമ്മുക്കുട്ടി, എങ്ങനെയുണ്ട് ബിരിയാണി?